ഹലോ ഗായ്സ്, എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അത് ബർമുഡ മാപ്പിലാണ് നമ്മൾ കളിക്കുന്നത്. സോളോ റാങ്ക്ഡ് മാച്ചാണ്. നമുക്കിതാ ഇവിടെ ഒബ്സർവേറ്ററിയുടെ അവിടെ ഇറങ്ങാം. ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ പുറത്തുനിന്നാണല്ലോ സ്റ്റാർട്ടിങ്. അപ്പോൾ അധികം ആരും ഇതിൽ ഇറങ്ങാൻ ചാൻസ് ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് നല്ല ലൂട്ട് കൊടുക്കുക. എന്നാലാണെങ്കിൽ എനിമീസും കമ്മിയായിരിക്കും. നമുക്ക് നല്ല വല്ല ഗണ്ണുണ്ടോ എന്ന് നോക്കാം. അതാണ് പ്രശ്നം. ചില സമയത്ത് നമ്മൾ നോക്കാക്കി കഴിഞ്ഞാൽ മുഴിഞ്ഞ് പോകും. ചാടുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി നോക്കുക, എല്ലാവരും കളക്ട് ചെയ്യുമ്പോൾ ഇരുന്നിട്ടല്ല ഇങ്ങനെ സാധാരണ തിരിയാറ്. കടന്നിട്ട് അധികം ആൾക്കാർ തിരിയാറില്ലല്ലോ. ഇതൊന്ന് നോക്കി നോക്കുക. ഞാൻ മാത്രമാണത്, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്താണ്. അതായത് ഒരു സൗകര്യവും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ 10-16 വട്ടം എഡിറ്റ് ചെയ്താണ് ഗൈസ്. അപ്പോൾ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല പ്ലീസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലൂട്ട് എടുക്കുകയാണ്. നമുക്ക് ലൂട്ട് എടുത്താലാണ് അഥവാ ഏതെങ്കിലും എനിമി ഒന്നല്ല. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള മാക് 10ഉം സ്കാറുമാണ്. ഒരു ചിപ്പേ ഉള്ളൂ. നമുക്ക് ഡബിൾ ചിപ്പ് ആക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ മാക് 10നേക്കാളും എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് തോന്നുന്നത് M10 ആണ്. കാരണം M10 ആണെന്ന് വെച്ചാൽ 2 കുത്തിപ്പിടിയിൽ നിന്ന് പോകും. അല്ലെങ്കിൽ മറ്റേ കണ്ണാണെന്ന് വെച്ചാൽ ഒന്നും കൂടി നേരെ തന്നെ കുത്തിപ്പിടിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഇവിടെ തന്നെ നിൽക്കുക, സോണ് വരുന്നവരെ. ഇവിടെ പിന്നെ അടുത്ത് ലോഞ്ചറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോഞ്ചർ വഴി അപ്പുറത്തോട്ട് പോകാം. ഇതുവരെ അവിടെ നിൽക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എനിമീസും പരസ്പരം തല്ലിയിട്ട് ചത്ത് സോണും സെറ്റായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇതുവരെ നമുക്ക് ലൂട്ട് എടുക്കാം. ഇപ്പോൾ 2 മൺചിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബൈസണൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ M10 തന്നെയാണ് എടുക്കുന്നത്. ഇത് കുറേ നേരം ഞാൻ ഗൈസ് ഇതിൽ നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഒരു സ്ഥലം വരെ പോയി. അത് കാരണമാണ് ഇങ്ങനെ. ഗൈസ് കൂടുതൽ ഈ സൂപ്പർ മാർക്കറ്റ് എടുക്കാനായിട്ട് നല്ല ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ മറ്റേ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. ഈ ബോക്സിൽ നമുക്ക് മെഡ് കിറ്റ്സ് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടും. അത് എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. കൂടുതലും സൂപ്പർ മാർക്കറ്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിന് മുന്നേ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല, ചെന്ന് പോയി കാണണേ പ്ലീസ് ഗൈസ്. നമുക്കിവിടെ നിറയെ പ്രശ്നങ്ങളുള്ളതാണ്. അതായത് ഇവരാരും അറിയാം, എൻ്റെ വീട്ടുകാർ പോലും അറിയാതെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോയിസിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ജസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് കാണിച്ചെടുക്കണം. ഇതുകൊണ്ട് നന്നാവും. നമ്മൾ ഇതൊക്കെ എല്ലാവരും കൊണ്ടും പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ശ്രമിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പരാജയം. ഗൈസ്, ഞാൻ ഗെയിം കളിക്കണ ആ ടൈമിനാണ് പെട്ടെന്ന് ഫോൺ വെച്ചിട്ടൊരു സ്ഥലം വരെ പോയി. അതിലാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. ഗൈസ്, അത് കാരണമാണ് ഇങ്ങനെ വന്നത്. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഞാൻ കൂടുതലും കേനാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ അലോക്കാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് തോന്നുന്നത് K ആണ്. കാരണം K എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ സാധാരണ അലോക്ക് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആക്റ്റീവ് ആവാൻ കുറേ ടൈം എടുക്കും. പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ആ ലോഞ്ചർ വഴി സോണിൻ്റെ പുറത്തേക്ക് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എനിമീസും കുറഞ്ഞിട്ടുണ്ട്. ലൈവ് 22 ഉള്ളൂ. ഈ ലോഞ്ചർ വഴി നമുക്ക് അങ്ങോട്ട് പോകാം.
സോണിൻ്റെ ഉള്ളിലേക്ക് എത്തട്ടെ. ശേ, അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കുറേ മെഡിക്കറ്റ്സ് ഈ സോണിൻ്റെ ഉള്ളിൽ കിടന്ന് വേസ്റ്റ് ആവുന്നുള്ളതാണ്. സോണിൻ്റെ ഉള്ളിൽ പെട്ട് ചാവുക. ഒക്കെ പെട്ടെന്ന് സോണിൻ്റെ ഉള്ളിൽ കയറണം, അല്ലെങ്കിൽ പണി പാടും. കെയുടെ പവറൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോണത്. എങ്ങനെയോ എത്തി. സ്കാർ എടുത്ത് ഇവിടെ ഒരു എനിമി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കില്ല, പക്ഷെ ഡയറക്റ്റ് പോയി ചിലപ്പോൾ അടി കിട്ടാം. നമുക്ക് തിരിഞ്ഞു പോവാം. ഡയറക്റ്റ് പോയ പണി കിട്ടും. നമുക്ക് ഈ സൈഡിൽ കൂടെ കയറി പോകാം. ഇതിനെ പോയി നോക്കാം. ഇവിടെ ഒരു എനിമി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇവനെങ്ങോട്ട കാർ ഇതാ ഇവിടെ നോക്കടാ. ഇവനെങ്ങടാ പോകുന്നു? ഇവിടെ മോനെ ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ടൊരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ലൂട്ട് എടുക്കുന്ന സ്റ്റൈലുണ്ട്, അതന്നെ അറിയാം. ഇതുവരെ ഒരു യൂട്യൂബേഴ്സും കാണാത്തൊരു പുതിയ സ്റ്റൈലാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയാം ഗൈസ്, ഞാൻ മാറ്റാം. ഇങ്ങോട്ട് പറ്റണതാണെങ്കിൽ ഞാൻ മാറ്റാൻ പരമാവധി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലൂട്ട് എടുക്കാൻ നോക്കാം. മഡ്കിറ്റൊക്കെ പരമാവധി എത്ര മഡ്കിറ്റ് എടുക്കാൻ പറ്റുമോ അത്ര ഹെഡ് അടിക്കാനാണ് നമ്മുടെ ഇത് നിൽക്കാൻ. കാരണം പുറത്ത് നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ വണ്ടി ഇടിക്കും, അല്ലെങ്കിൽ നേരെ എവിടെയെങ്കിലും സ്കോപ്പ് ചെയ്ത് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോണിൻ്റെ ഒപ്പം പോവുക, ഇതാണ് നല്ലത്. ഈ കത്തി കയ്യിൽ വന്നതാണ്. നമ്മൾ വെറുതെ അതിൻ്റെ അടുത്ത് കൂടെ പോയി നമ്മളെ കൈ കയറണം. കത്തി ഓട്ടോ പിക്കപ്പല്ലേ. പിന്നെ ഒരു കില്ലും കൂടി എടുക്കാനായിട്ട് പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പരമാവധി നമ്മൾ റാങ്ക് പുഷ് ചെയ്യാൻ വെച്ചാൽ ഒളിഞ്ഞിരുന്ന കേസ്, അതാണ് നല്ലത്. അവന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അടിക്കാറങ്ങാവും, ചിലപ്പോൾ 5-6 ആൾ ഒരുമിച്ച് വരും. അപ്പം നമ്മളാകെ മൂഞ്ചി പോവും. നമുക്ക് ഈ സോണിൻ്റെ പുറത്തേക്ക് കിടക്കണം ഫസ്റ്റ്, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് അടിച്ച് ഈ സോണിൻ്റെ ഡാമേജും അവർ തരുന്ന ഡാമേജും കൊണ്ട് വേഗം ചാവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ പുറത്തെടുക്കുക, പിന്നെ ഒരു കവർ എടുക്കുക. എപ്പോഴും നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ ഒരു കവർ എടുക്കുക, ഒന്നില്ല ഗ്ലൂ വാൾഡ്, അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ഡേഞ്ചർ ഏരിയയാണ്. പീക്കിൻ്റെ ഈ ഭാഗം എവിടെയെങ്കിലും ഒരു കവർ എടുക്കുക. നമുക്ക് ഈ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് എവനെങ്കിലും വന്നാൽ പുളിയാവും. ഫസ്റ്റ് ഇവിടെ എവനെങ്കിലും സോൺ കയറി വരുന്നുണ്ടെങ്കിൽ അതിനെ സ്കോപ്പ് ചെയ്തടിക്കാനാണ് നോക്കുന്നത്. ഒരു വണ്ടി പാസ് ചെയ്തു വന്നിട്ട് ഡൗട്ട്. ബ്ലോക്കിൻ്റെ പവർ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ചെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കൂടുതൽ ഇഷ്ടം കെ ആണെന്ന് പറയുന്നു. ഒരുത്തനെയും കാണുന്നില്ലല്ലോ ഗൈസ്. നമുക്കിവിടെ പോസ്റ്റായ അതൊരുത്തം പോണു ഗൈസ്. ഇവിടെയാണ് മൂഞ്ചി പോകാൻ കൂടുതൽ ചാൻസ്. കാരണം ഇത് പുറം സ്ഥലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കാറ് കൊണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇങ്ങനെ ഇരിക്കാൻ കാരണം. മട്ടടിച്ച് കളിക്കുക. കാറുള്ളതുകൊണ്ടാണ് ലോങ് അടിക്കുന്നത്, കുഴപ്പമില്ല. അടിക്കുന്നത് ഇവിടെ എനിമീസ് അടി കൂടുന്നുണ്ടോ ഡൗട്ട്. എടുത്ത് നിൽക്കണ്ടല്ലോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഒരു ബ്ലാക്ക് കളറിൽ കണ്ടാൽ എനിമിയായിട്ട് തോന്നാറുണ്ടോ? എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഇവിടെ ലോഞ്ചറൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർ പരസ്പരം തല്ലി ചത്ത.
ലോഞ്ചർ ഉപയോഗിച്ച് സോണിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കേസില്ല, അത് ഓടിയെത്തില്ല. ഡൈലും മൂഞ്ചി വേഗം എത്താൻ നോക്കാം. കണ്ടോ, വീട്ടുകാർ പോലും കളിയാക്കാണ്. നിങ്ങളിതൊക്കെ കേൾക്കണം, എന്നാലാണ് എൻ്റെ അവസ്ഥ മനസ്സിലാവുക. ഇതെന്താ പറ്റിയത് ഗൈസ്? നമ്മൾ എലിമിനേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.